ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്വായോത്തി വരുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കണം. കടന്നു വന്ന എല്ലാവർക്കും വന്ദനം പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എഫേസ്യ ലേഖനത്തിൽ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അനേക കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. ക്രിസ്തീയ സഭ ദൈവമക്കൾ എന്തെല്ലാം ചെയ്യണമെന്നുള്ള കാര്യം എഫേസ്യ ലേഖനം പറ്റുവാണെങ്കിൽ ഒന്ന് വായിച്ച് നോക്കി സ്തോത്രം ഇടയ്ക്കിടയ്ക്കൊന്ന് ധ്യാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. എല്ലാം നമുക്ക് അനുഗ്രഹമാണെന്ന് പറഞ്ഞാലും ഇടയ്ക്ക് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നന്നായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ വചനം അനുസരിച്ചാലേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം, ഏതെങ്കിലും ഒരു മിഷൻ മേടിച്ചാൽ അതിനൊരു കാറ്റലോഗ് കാണും. ആ കാറ്റലോഗ് അനുസരിച്ച് പ്രവർത്തിപ്പിച്ചാലേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. ഏതൊരു അതിനും പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോൾ ഒരു വണ്ടികൾ തന്നെ പലതുമുണ്ട്. നമ്മൾ പണ്ട് ഓടിക്കുന്ന വണ്ടികളല്ല ഇപ്പോഴത്തെ വണ്ടികൾ. അതിനെല്ലാം മാറ്റമുണ്ട്. എല്ലാത്തിനും സ്വിച്ചും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊരു ഡെമോൺസ്ട്രേഷൻ ആവശ്യമാണ്. അതേതാണ് ഇതേതാണ് എന്ന് സ്തോത്രം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ വചനം ധ്യാനിക്കുകയും ഒക്കെ ചെയ്യണം. പേരിന് വേണ്ടി നമ്മൾ രാവിലെ വൈകിട്ടോ വായിക്കുന്നതല്ല. നമുക്ക് സമയം ലഭിക്കുമ്പോൾ നമ്മൾ വായിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. ദൈവിക കാര്യങ്ങൾ ചിന്തിക്കുകയും സ്തോത്രം അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്ന അനുഗ്രഹമാണ്. നമ്മുടെ വീടുകളിൽ അതുണ്ടാകണം കേട്ടോ. നമ്മുടെ വീടുകളിൽ ഇതുണ്ടാകണം. ചില വീടുകളിൽ വൈകിട്ട് വേദപുസ്തകം ഇങ്ങനെ മാറി മാറി 2-3 വാക്യങ്ങൾ വെച്ച് വായിച്ച് അവരങ്ങനെ പ്രാർത്ഥിക്കുന്നത് ചില വീടുകളിൽ. എന്നിട്ട് അത് വായിക്കുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം സംശയമുണ്ടെങ്കിൽ അവിടെയുള്ള മൂപ്പനായ ആളുകൾ, അറിയാവുന്ന ആളുകൾ അതിനെക്കുറിച്ച് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഹല്ലേലൂയ. സ്തോത്രം. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രാർത്ഥന തന്നെ നമുക്ക് കുറവാണ്, പിന്നെ എപ്പോഴാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരം. ഹല്ലേലൂയ. വചനം ഒന്ന് വായിച്ചാൽ സ്തോത്രം ഈ വചനം മാത്രമേ നമ്മളോടൊപ്പം നിൽക്കത്തുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ യെശയ്യാവിലൊരു വാക്യമുണ്ട്, കേട്ടോ വിളിച്ചു പറയുക എന്ന് പറയുന്നു. എന്ത് വിളിച്ചു പറയേണ്ടി എന്ന് ചോദിച്ചു. സകല ജഡവും പുല്ല് പോലെയും അതിൻ്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയുമാണ്. യഹോവയുടെ ശ്വാസം അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. ബാക്കിയെല്ലാം വാടിപ്പോവും പ്രിയമുള്ളവരെ, ബാക്കിയെല്ലാം വാടിപ്പോവും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പലരുടെ കാര്യങ്ങളിൽ പലരും എന്നോട് അഡ്വൈസ് ചോദിക്കാറുണ്ട്, അഭിപ്രായം ചോദിക്കാറുണ്ട്, പല ആളുകളെക്കുറിച്ച് നിന്ദിക്കാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് നാട്ടിൽ ഇഷ്ടംപോലെ സ്വത്തുള്ളവരുണ്ട്. ഇത് ഇപ്പോൾ വിറ്റിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. വിറ്റാലും അത് കൊണ്ടുപോകാൻ കഴിയത്തില്ല, പണ്ടത്തെ പോലെ കഴിയത്തില്ല. അപ്പോൾ ഇപ്പോൾ അവർക്ക് ഓരോരുത്തരും ചിന്തിച്ച് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനുമായിട്ട് ഇടപെടുന്ന പല ആളുകളെ മനസ്സിലാക്കുന്നുണ്ട്. കോടാനുകോടി രൂപയുടെ ആസ്തികൾ നാട്ടിലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് വിറ്റ് എങ്ങനെ കൊണ്ടുപോകും? ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റും സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ അതുപോലെ അതിന് പൈസ മുടക്കണം. സ്തോത്രം. എല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ അവസാനത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിൽ അവസാനത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. എന്താകും എന്നുവെച്ചാൽ വ്യാകുലപ്പെടാനല്ല, നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇനി എത്ര നാൾ നമ്മുടെ ജീവിതത്തിൽ ആയുസ്സിലുണ്ട്? ഈ പ്രപഞ്ചത്തെ വെച്ച് നോക്കുമ്പോൾ എത്ര നാളുണ്ട്? സ്തോത്രം. നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഭയഭക്തിയോടെ നമ്മളായിരിക്കും. ഹല്ലേലൂയ. ഏതോ ദൈവദാസൻ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ടു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിന്തിക്കുക, ഇന്നുകൊണ്ട് എൻ്റെ ജീവിതം തീരുമെന്ന് ചിന്തിച്ചാൽ, ഇന്നുകൊണ്ട് എൻ്റെ ജീവിതം അങ്ങ് തീരുവാന്ന് ചിന്തിച്ചാൽ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ രീതി എന്തായിരിക്കും? നമ്മുടെ ഇടപെടൽ എങ്ങനെ ആയിരിക്കും? സ്തോത്രം. ഹല്ലേലൂയ. ആ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയ ഏത് നേരവും കൊല്ലപ്പെടാം. അപ്പോൾ അവരുടെ ആ ഓരോ രാത്രിയും പകലും പോകുന്ന മാനസിക നില നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മുടെ രാജ്യമൊക്കെ ശരിക്കും ശ്രമിക്കുന്നുണ്ട്, എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചിലർ പറഞ്ഞു അവൾ ചെയ്ത ശിക്ഷയ്ക്ക് കൊന്നേ പറ്റത്തുള്ളൂ എന്ന് പറയുക. അപ്പോൾ ആ ചിന്ത ഒന്ന് മനസ്സിൽ ചിന്തിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. അവരുടെ ചിന്തകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, അവിടുത്തെ കൊല എന്ന് പറഞ്ഞാൽ വാളുകൊണ്ടാണ് കൊല്ലുന്നെങ്കിൽ ഒറ്റ വെട്ടുകൊണ്ട് തീരണമെന്നാണ്. ഹല്ലേലൂയ. വാളുകൊണ്ടാണ് കൊല്ലുന്നതെങ്കിൽ, വെടിവെച്ചാൽ കൊല്ലുന്നെങ്കിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ട് വെടിവെക്കുക,
എന്നിട്ടത് മരിക്കുന്നിടം വരെ വെടിവെക്കണമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ചിലയിടത്ത് തൂക്കിക്കൊല്ലുന്ന അനുഭവമുണ്ട്. തൂക്കിക്കൊന്നാലും പോരാ, 3 ദിവസം പരസ്യമായിട്ട് മരത്തെ തൂക്കിയിടണമെന്നും അവരുടെ നിയമമാണ്. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിക്കണം. അതുകൊണ്ട് നമ്മളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളിവിടെ ആരും നിലനിൽക്കത്തില്ല. നമ്മളെല്ലാവരും ഇത് നമ്മുടെ പേരിലുള്ളതെല്ലാം വിട്ടിട്ട് നാം പോയേ മതിയാകുകയുള്ളൂ, യാത്രയായേ പറ്റത്തുള്ളൂ. അതറിയണം. അവിടെയാണ് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം പോരുന്നത്. ഹല്ലേലൂയ. ഏതെങ്കിലും വിശുദ്ധന്മാർ മരിച്ചെന്നോർത്ത് ഭാരപ്പെടേണ്ട കാര്യമില്ല. അവരെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രസൻറ്റാണ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രസൻറ്റാണ്. കാരണം ദൈവത്തിന് അവർ മരിച്ചവരായിട്ടല്ല. സ്തോത്രം. എല്ലാവരും അവൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുക? ജീവിച്ചിരിക്കുക. സ്തോത്രം. ഭേദവിരോധം അല്ലാട്ടോ ഞാൻ പറയുന്നത്. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് 20-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവിടെ മുൾപ്പടർപ്പിൻ്റെ ഭാഗത്ത് വെച്ച് മോശയോട് സംസാരിക്കുമ്പോൾ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവ് തന്നെ പറയുകയാണ്, അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. അവൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുക? അവൻ്റെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവരെല്ലാം ജീവിച്ചിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളുടെ പുനരുത്ഥാനത്തിൻ്റെ ശരീരത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. പുനരുത്ഥാനത്തിൻ്റെ ശരീരത്തിന് ഭക്ഷണം വേണമെന്നില്ല. വേണേ നമുക്ക് കഴിക്കാം, ഭക്ഷണം വേണമെന്നില്ല. യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു സാറ്റലൈറ്റിൻ്റെ ആവശ്യമില്ല, ഒരു റോക്കറ്റിൻ്റെ ആവശ്യമില്ല. വാതിൽ അടച്ചിരിക്കുമ്പോൾ അകത്ത് കയറാൻ കഴിയും, എവിടെ വേണേലും സഞ്ചരിക്കാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു പുനരുത്ഥാനത്തിൻ്റെ ശരീരം പ്രാപിപ്പാനുള്ളവരാണ് നമ്മൾ. ഹല്ലേലൂയ. പുനരുത്ഥാന ശരീരം പ്രാപിപ്പാനുള്ളവരാണ് നമ്മൾ. അറിയണം. സ്തോത്രം. ഈ ലോകത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുള്ളതുപോലെ നമ്മുടെ കുടുംബ ബന്ധമല്ല. ആളുകളെ തിരിച്ചറിയാമെന്നാണ് പറയുന്നത്. തിരിച്ചറിയാം. പക്ഷേ അങ്ങനെ ഒരു ഫീലിങ്ങോ അവിടെയും കൊച്ചുവലം വെച്ച് വേറെ മാറാവുന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ ആരും. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, എപ്പോഴും വചനവുമായിട്ടൊരു ബന്ധത്തിലാണെങ്കിൽ മാത്രമേ അതാണ് നമ്മുടെ കൂടെ നിലനിൽക്കുന്നത്. വേറെ ഒന്നും നിലനിൽക്കത്തില്ല. സമ്പത്ത് നിൽക്കത്തില്ല, രാജ്യം നിൽക്കത്തില്ല. ഈ രാജാക്കന്മാരുടെ ചരിത്രം എല്ലാം പറഞ്ഞാലും അവരെല്ലാം സമ്പാദിച്ചു, എല്ലാം നേടി, അവസാനം അവർ മരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ കഠിനമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഫറവോമാർ അവരുടേതായ പിരമിഡുകൾ, ആ പിരമിഡിനകത്തും ഇപ്പോൾ അതിനകത്തുനിന്നും എടുത്തേച്ച് പുരാവസ്തു വെക്കുന്ന സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുക. എല്ലാവർക്കും അന്ത്യമുണ്ട്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. സ്തോത്രം. ഒരു ഫറവോ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളെ അടക്കിയിടുന്നിടത്ത് കൊച്ചു പട്ടാളക്കാരുടെ പ്രതിമ വെച്ചേക്കുക. എന്തിനാന്ന് ചോദിച്ചാൽ പുള്ളിയെ സൂക്ഷിക്കാൻ വേണ്ടി. അവരുടെ വിശ്വാസം അങ്ങനെയാണ്. പട്ടാളക്കാരെ ഉണ്ടാക്കി അതിനകത്ത് വെച്ചേക്കുക. സ്തോത്രം. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ, എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. അപ്പോൾ അതിന് മുമ്പായി സ്തോത്രം, നമ്മളും കർത്താവും തമ്മിലുള്ള ബന്ധമാണ് ഏറ്റവും വലുത്. സ്തോത്രം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച് പെട്ടെന്ന്. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിക്കുക. മനുഷ്യനോട് പറയുക, ആവശ്യമില്ലാത്ത ഭോഷ്കുകൾ, ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ, ആവശ്യമില്ലാത്ത വീമ്പടികൾ, ആവശ്യമില്ലാത്തതെല്ലാം നാം ഒഴിവാക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഭോഷ്ക് എന്ന് പറയുമ്പോൾ ആ ദൈവത്തിനത് പ്രസാദമല്ല. വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ എങ്ങനെ പറയുന്നു? ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും പത്തുന്ന പൊയ്കയിലാണ്. ഭോഷ്ക് പറയാൻ നമ്മൾ ഇടം കൊടുക്കരുത്. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായാൽ സ്തോത്രം, അവിടെ നിന്ന് നമ്മൾ മാറിപ്പോവുക. ഹല്ലേലൂയ. നമ്മളത് പറയാനിടയാകരുത്. ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയാണ്. സ്തോത്രം. ഭോഷ്ക് പറയുന്നവർക്ക്. ഹല്ലേലൂയ. ഭോഷ്ക് ആകയാൽ ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കും. നമ്മൾ പറയുന്ന കാര്യം സത്യമായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ പറയുന്ന കാര്യം, നമ്മളെല്ലാ സത്യവും ചെന്ന് വിളിച്ച് പറയണമെന്നില്ല ആരോടും. നമ്മൾ ഏതെങ്കിലും ഒരു മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരോടും ചെന്ന് പറയണ്ട ഞാൻ ഇന്ന മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെന്ന്. കാരണം അതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. സ്തോത്രം. നമ്മളൊരു കാര്യം ഒരുത്തനോട് സംസാരിച്ചാൽ അത് സത്യമായിരിക്കണം. ഹല്ലേലൂയ. സത്യമായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ.
ഈ ബിസിനസ്സുകാർക്ക് വരുന്ന കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ സത്യം സംസാരിക്കാൻ അവർക്ക് കഴിയത്തില്ല. കാരണം ബിസിനസ് അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മളൊക്കെ കുറേ ഒഴിഞ്ഞിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്തോത്രം, വേല ചെയ്യുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം, ഹല്ലേലൂയ. അവർ കച്ചവട കാര്യങ്ങളൊക്കെ വരുമ്പോൾ സത്യം സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, പണ്ട് നമ്മളൊരു റബ്ബർ ഷീറ്റ് വിൽക്കാൻ പോയാൽ അവിടെയും തൂക്കത്തിൽ വരെ വെട്ടിപ്പുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇവിടെ എന്ത് ചെയ്യും? തൂക്കി കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് തൂക്കി തന്നു വിട്ടിട്ടുണ്ട് ഷീറ്റ് അപ്പച്ചൻ എൻ്റെ ചെറുപ്പത്തിൽ. സ്തോത്രം. കാരണം എല്ലായിടത്തും പ്രശ്നമാണ്. അതുകൊണ്ട് ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം. പറയുന്ന കാര്യം സത്യമായിരിക്കണം. സത്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. ഇനി നമ്മൾ പറയുന്ന കാര്യം കൊണ്ട് ദൈവത്തിൻ്റെ നാമ മഹത്വം വല്ലതും ഉണ്ടോ എന്നുകൂടെ നാം ചിന്തിക്കണം. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം വരുന്ന അല്ലാതെ അപമാനം വരുന്ന ഒരു കാര്യം നാം സംസാരിക്കരുത്. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം വരാത്തതൊന്നും നാം സംസാരിക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. താഴോട്ട് വായിച്ചേ. നാം തമ്മിൽ അവയവങ്ങളല്ലോ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവമക്കൾ തമ്മിൽ എല്ലാവരും അവയവങ്ങളാ. കാരണം എന്നാന്ന് ചോദിച്ചാൽ നാം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളാണ്. സഭയുടേതായ അംഗങ്ങളാണ്. ഒരു ശരീരത്തിൽ പല അവയവങ്ങളുള്ളതുപോലെ ക്രിസ്തു ആകുന്ന സഭയിലെ ഓരോ അവയവങ്ങളാണ് നമ്മൾ. അതുകൊണ്ടാണ് പറയുന്നത് നാം തമ്മിൽ അവയവങ്ങളല്ലോ എന്ന്. ക്രിസ്തു ആകുന്ന സഭയിലെ അവയവങ്ങളാണ് നാം ഓരോരുത്തരും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കൾ തമ്മിൽ സ്നേഹിപ്പാൻ കഴിയണം. ദൈവമക്കൾ തമ്മിൽ സ്തോത്രം സന്തോഷം ഉണ്ടാകണം. അവൻ ഏത് സഭയിൽപ്പെട്ടവനാണെങ്കിലും ദൈവമക്കൾ തമ്മിൽ ഒരു സന്തോഷം വേണം. കാരണം നാം തമ്മിൽ അവയവങ്ങളല്ലോ. അടുത്തത്, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. കോപം വരാതിരിക്കത്തില്ല. നമുക്കെല്ലാവർക്കും കോപമുള്ളവരാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാ മനുഷ്യർക്കും കോപമില്ല. നമ്മുടെ കൊച്ചുങ്ങളുടെ ദേഷ്യം കാണണം. ഹല്ലേലൂയ. ഈ അടയ്ക്കാ പൊള്ളിരിക്കുന്നതിനെ ഒന്ന് പിടിക്കണം ഏതെങ്കിലും ഒരു ആവശ്യത്തിന്, അന്നേരം കാണാം അതിൻ്റെ ദേഷ്യം. ഈയിടെ ഞാൻ എൻ്റെ കൊച്ചുമോനെ അവൻ വഴക്കുണ്ടായപ്പോൾ ഒന്ന് ദേഷ്യപ്പെട്ടു. അപ്പോഴത്തേക്ക് ഞാൻ കണ്ട അവൻ്റെ കയ്യിൽ പാത്രത്തിലിരുന്ന ദോശ ആദ്യം ഒരേറ്, അത് കഴിഞ്ഞ് ആ ദേഷ്യം തിരിഞ്ഞിട്ട് പാത്രം എടുത്തൊരേറ്. അപ്പോൾ ഞാൻ ഓർത്തു 2 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ദേഷ്യം, എല്ലാവർക്കും ദേഷ്യമുണ്ട്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞത്, ഇവിടെ വചനം പറയുകയാണ് കോപിച്ചാൽ പാപം ചെയ്യാരുത്. കോപം വരും, കോപം ഇല്ലെന്നൊന്നും ആർക്കും പറയരുത്. ഞാൻ ഈ പ്രസംഗം 1 മണിക്കൂറോടങ്ങ് നീട്ടിക്ക്, അവിടെ നിന്ന് പുറത്തൊന്നും കോപം വരുമെന്നറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കോപിച്ചാൽ കോപം ഇല്ലെന്നല്ല ഈ പ്രസംഗിക്കുന്ന. എനിക്കും കോപമുണ്ട്. ദൂരം ക്ഷമിച്ചും പിടിച്ചു പോകുന്നെന്ന് വെച്ചാൽ എനിക്ക് ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. അടുത്തത് പറയുകയാണ്, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ഈ വചനം കൃത്യമായിട്ട് പറയുക. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടെങ്കിൽ സൂര്യൻ അസ്തമിക്കുവോളം കോപം എന്ത് ചെയ്തുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കരുത്. അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. അത് നമുക്ക് രോഗത്തിന് കാരണമാകത്തേ ഉള്ളൂ. താഴോട്ട് വായിച്ചേ. പിശാചിന് ഇടം കൊടുക്കരുത്. അങ്ങനെ വന്നാൽ പിശാചിന് ഇടം കൊടുക്കും. കാരണം ഈ കോപം കളഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനനുസരിച്ചാണ് ചിന്തിക്കുന്നത്. അതനുസരിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. പിശാച് പറയും അവനെ തട്ടണം, അവനെ അങ്ങനെ ചെയ്യണം, അവൻ്റെ ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ മനസ്സിൽ. ഹല്ലേലൂയ. നമ്മുടെ മനസ്സ് ശുദ്ധമാകണമെങ്കിൽ കളയേണ്ടതെല്ലാം കളയണം. ഹല്ലേലൂയ. ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിക്കണം. കാരണം അത് ഉപേക്ഷിച്ചില്ലെങ്കിൽ പിശാചിന് ഇടം വരും. പിശാച് പ്രവർത്തിപ്പാനിടയായിത്തീരും. പലതും ഉപേക്ഷിക്കാനുണ്ട് കേട്ടോ. പലതും ഉപേക്ഷിക്കാനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതയാത്രയിൽ മുമ്പോട്ട് പോകുമ്പോൾ പലപ്പോഴും ദേഷ്യവും വിഷമവും പ്രയാസവും ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ വരും. പ്രിയമുള്ളവരെ, സ്തോത്രം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. നമ്മൾ വ്യക്തികളോടല്ല നമുക്ക് പോരാട്ടം. അവരിൽ കൂടെ വ്യാപരിക്കുന്ന ഒരു വ്യാപാരമുണ്ട്, വ്യാപാര ശക്തിയുണ്ട്. അതിനോടാണ് പോരാട്ടം വേണ്ടത്. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണമേ. സ്തോത്രം. അവിടെ പറയുകയാണ് പിശാചിന് ഇടം കൊടുക്കരുത്. നമ്മൾ ആരെങ്കിലും പിശാചിന് ഇടം കൊടുത്തിട്ടുണ്ടോ? ഒരു ആണി അടിക്കാൻ സ്ഥലം അവന് കൊടുത്താൽ അവൻ കയറി ചെയ്യാത്ത കാര്യമൊന്നുമില്ല. പിശാചിന് ഇടം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കരുത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നിയാൽ അത് അപ്പം തന്നെ പരിഹരിക്കണം. ചില ആളുകൾ ജീവനുണ്ടെ പരിഹരിക്കത്തില്ല. സ്തോത്രം. പിശാചിന് ഇട കൊടുക്കരുത്.
പിശാചിന് നമ്മൾ ഒരിടത്തൊന്ന് തോറ്റു കൊടുത്തെന്നോർത്ത് ഒരു കുഴപ്പമില്ല കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊന്ന് തോറ്റു കൊടുത്തെന്നോർത്ത് ഒരു കുഴപ്പമില്ല. നമ്മൾ തോറ്റു കൊടുക്കുമ്പോൾ നമ്മളാ ജയിക്കുന്നത്. ഹല്ലേലൂയ. ഒരുത്തൻ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷമയുള്ളവനാണ് ജയിച്ചത്. മറ്റവനല്ല, ക്ഷമ പൊട്ടിത്തെറിക്കുന്നവനല്ല ജയിക്കുന്നത്, ക്ഷമയുള്ളവനാണ് ജയിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അടുത്തത്, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന്. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയാ കള്ളനെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയാ കള്ളൻ ഇനിയും കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ മുട്ടുള്ളവന് ദാനം ചെയ്യാൻ ഉണ്ടാകേണ്ടതിന്. മുട്ടുള്ളവന് ദാനം ചെയ്യണം കേട്ടോ. ഹല്ലേലൂയ. മുട്ടുള്ളവർക്ക് ദാനം ചെയ്യാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. നമ്മൾ അടിച്ചു പൊളിച്ചേച്ച് മുട്ടണമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ചില പിള്ളേരുടെ എക്സ്കർഷനൊക്കെ പോകുമ്പം സ്തോത്രം പിള്ളേരുടെ പൈസ കൊടുക്കും. ഈ അടിച്ചു പൊളിക്കുന്ന പിള്ളേരുണ്ടല്ലോ, കൂട്ടുകാരൻ്റെ നിന്ന് 10 രൂപയുടെ കടം മേടിച്ച് ചിലവാക്കി വെച്ച് ഇവിടെ വന്നിട്ട് പറയും അത് കൊടുക്കണമെന്ന്. അതേസമയം അല്ലാത്ത ചില പിള്ളേരുണ്ട്, പോയി അതേപടി തന്നെ എന്തെങ്കിലും ഹല്ലേലൂയ അത്യാവശ്യം ചിലവാക്കിയിട്ട് പേരിന് ചിലവാക്കി വെച്ച് വീട്ടിൽ കൊണ്ടുവരുന്നവരുണ്ട്. സ്തോത്രം. നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ ദൈവമക്കൾ ജോലി ചെയ്യുന്ന എന്തിനാണ്? മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന്. മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്രേ വേണ്ടത്. ഹല്ലേലൂയ. അധ്വാനിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ എല്ലാവരും അധ്വാനിക്കണം, ദൈവദാസന്മാരും അധ്വാനിക്കണം. സ്തോത്രം. അധ്വാനിക്കാൻ സാഹചര്യം പലർക്ക് കണ്ടെന്ന് വരികയില്ല. ഉള്ള സാഹചര്യം ആയിരിക്കുന്നിടത്ത് അവർ അധ്വാനിച്ചിരിക്കണം. ഈ അധ്വാനമില്ലാതെങ്കിൽ വരുന്ന കുഴപ്പം എന്നാണെന്നറിയാമോ? പരദൂഷണം ഉണ്ടാകും. വേറെ പണിയൊന്നുമില്ല. അവർക്ക് ഇഷ്ടം പോലെ സമയമാണ്. അധ്വാനമില്ല, വേലയില്ല, പണിയില്ല, ഒന്നുമില്ല. പിന്നെന്താ പണി? പിന്നെ ആളുകളെ ഗോസിപ്പ്. ഏറ്റവും വലിയ പാപം അതാണ്. അവരെക്കുറിച്ച് അത് കേട്ടു, ഇവരെക്കുറിച്ച് ഇത് കേട്ടു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അധ്വാനമുള്ളവന് ഇതിനൊന്നും നേരമില്ല. ഹല്ലേലൂയ. അധ്വാനിക്കുന്നതിന് ഇതിന് നേരമില്ല. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കണമേ. അപ്പോൾ നമ്മൾ കൈകൊണ്ട് അധ്വാനിക്കണം. ഇപ്പം അധ്വാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യണം. 6-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിച്ചേ പെട്ടെന്ന്. 6-ാം അധ്യായം. ദാസന്മാരെ, ജഡപ്രകാരം യജമാനന്മാരായവരെ. ജോലി ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറയുക. ഇത് അടിമകളെ കുറിച്ച് പറയുന്നതല്ല. അന്നത്തെ കാലത്ത് അടിമകളുണ്ടായിരുന്നു. അടിമകളെക്കുറിച്ച് പറയുന്നതല്ല. നമ്മൾ എവിടെ ജോലി ചെയ്താലും എന്ത് ചെയ്യണം? ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിലും ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പീനെന്ന്. നമ്മൾ എവിടെ ജോലി ചെയ്താലും, നമ്മൾ ആരുടെ കീഴിൽ ജോലി ചെയ്താലും, അല്ലെങ്കിൽ നമുക്ക് ജോലി തരുന്ന ആളുകളെ സ്തോത്രം ഹല്ലേലൂയ ക്രിസ്തുവിനെ ഭയപ്പെടുന്നത് പോലെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടി അനുസരിക്കണം. അതിപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് ഇന്ന് പ്രസ്ഥാനങ്ങളെല്ലാം ഇല്ലാതായി പോകുന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം അങ്ങനെയുള്ളൊരു കാര്യം മാറി, വ്യവസ്ഥ മാറി. അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തത് കൊണ്ട് ഇന്നും പ്രയാസമാണ്. നമ്മുടെ പഴയ കാലത്ത് നമുക്കിതുപോലെ നോട്ടോ രൂപയോ കാര്യമൊന്നുമില്ല. പക്ഷേ പഴയ കാലത്ത് ക്ഷാമമില്ലായിരുന്നു. ഒരാൾ ജോലി ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ കണ്ടം പൂട്ടി വിടുന്ന ആളുകൾക്കറിയാം 6:30 കഴിയുമ്പോഴത്തേക്ക് കണ്ടത്തിൽ ചെല്ലും. അവർ 6:30 കഴിയുമ്പോഴത്തേക്ക് കണ്ടത്തിൽ നോക്കും, കന്നിനെയെല്ലാം പൂട്ടി അവരവിടെ ചെല്ലും, അവരവിടെ ജോലി ചെയ്യും. അന്നത്തെ ആളുകളുടെ ഇടയിലൊന്നും ഒരു ദാരിദ്ര്യമോ പ്രയാസമോ ഇല്ല. എൻ്റെ ചെറുപ്പത്തിൽ അല്പമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമുക്ക് ഒരു സാമ്പത്തികമായ കടം ഒരു മഴക്കാലം കഴിഞ്ഞാൽ ചിലപ്പം 100-200 രൂപ ചിലപ്പോൾ പലചരക്കടെ കൊടുക്കാൻ കാണും. കർക്കിടക മാസമൊക്കെ വരുമ്പോൾ അതിലും മുകളിലേക്ക് ഒരു ബാധ്യത വരത്തില്ല. കാരണം എല്ലാവരും നന്നായിട്ട് അധ്വാനിക്കും, എല്ലാവരും വേല ചെയ്യും. ഇപ്പോൾ വേല ചെയ്യാതെ എങ്ങനെ ജീവിക്കാമെന്നുള്ളതാണ് മനുഷ്യൻ്റെ ചിന്ത. സ്തോത്രം. നന്നായി വേല ചെയ്യുന്ന ഒരുവനെ അവന് പണിയില്ലാതെ ഒരിക്കലും വരത്തില്ല, നന്നായി വേല ചെയ്യുന്നവനെ. കാരണം ഇവിടെ പറയുകയാണ് ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിലും ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പീൻ. അടുത്തത് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ. സ്തോത്രം. എന്ന് വെച്ചാൽ കാണിക്കാൻ വേണ്ടി പണിയുന്ന അതല്ല. നമ്മൾ പെര തൂക്കാൻ ഒരാളെ ഏൽപ്പിച്ചാൽ നമ്മൾ ചെല്ലുമ്പോൾ ഭയങ്കര തൂക്കലായിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ തലവെട്ടം മാറുമ്പോൾ അതുപോലെ കിടക്കും.
ഈയിടെ ഞാൻ ഒരാളെ നിർത്തി ജനലെല്ലാം തുടയ്ക്കാൻ വേണ്ടി. ഈയിടെ എൻ്റെ ഭാര്യ പറയും ആ ജനലൊന്നും തുടച്ചില്ലെന്ന്. അപ്പം അവിടെ ചെന്നപ്പോൾ അത് കറുത്തിരിക്കുക. അപ്പോൾ നമ്മളും എല്ലാം ചെയ്തേക്കാൻ സാറേ എന്നും പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയുള്ള ചെയ്ത്ത്, സ്തോത്രം, മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയല്ല, സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് എല്ലാ സ്ഥാപനങ്ങളിലും ക്യാമറ വെച്ചേക്കുന്നതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, സ്തോത്രം, മനുഷ്യൻ ജോലി ചെയ്യത്തില്ല, അതുകൊണ്ട് എല്ലായിടത്തും ക്യാമറ വെച്ചിരിക്കുക. സ്തോത്രം, ജോലി സ്ഥലങ്ങളിൽ അവിടെ എഴുതി വെച്ചേക്കും ക്യാമറ നിരീക്ഷണത്തിലാണ് നിങ്ങളെന്ന്. സ്തോത്രം, പ്രിയമുള്ളവരെ, ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ ആരായിരുന്നാലും ജോലി ചെയ്യുന്നവരായിരിക്കണം. സ്തോത്രം, അത് നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടെ പഠിപ്പിക്കണം. താഴോട്ട് വേഗം വായിച്ചേ. ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും, ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും, മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട്. മനുഷ്യരെയല്ല, നാം ഈ ചെയ്യുന്നത് മനുഷ്യർക്ക് വേണ്ടിയല്ല, കർത്താവിനെ എന്ന പോലെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട്. കർത്താവിനെന്ന പോലെ, പ്രൈസ് ദി ലോർഡ്, പ്രീതിയോടെ എന്ത് ചെയ്യണം? സേവിച്ചും കൊണ്ട് എത്ര പേര് ചെയ്യും? അനുസരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. എത്ര പേരങ്ങനെ ചെയ്യും? നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നവരാ. എത്ര പേര് കർത്താവിനെന്ന പോലെ ചെയ്യും? സ്തോത്രം. പ്രിയമുള്ളവർ, നമ്മൾ ശ്രദ്ധിക്കണമേ. അങ്ങനെയൊന്ന് ചെയ്താൽ, സ്തോത്രം, നാം അനുഗ്രഹിക്കപ്പെടും. കർത്താവ്, നമ്മൾ വിചാരിക്കരുത് സുവിശേഷ പ്രവർത്തനത്തെ മാത്രമാണ് അനുഗ്രഹമെന്ന്. നമ്മൾ എവിടെ നമ്മളെ ആക്കിയിരിക്കുന്നോ അവിടെ നമ്മൾ വിശ്വസ്തരാണെങ്കിൽ, തിരുവചനം പറയുന്നു, അല്പത്തിൽ വിശ്വസ്തനെ ഞാൻ അധികത്തിന് എന്തു ചെയ്യും? വിചാരകനാക്കും. അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിന് വിചാരകനാക്കും. ഹല്ലേലൂയ. അധികത്തിന് വിചാരകനാക്കും. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളൊരു ജോലി ഏൽപ്പിച്ചാൽ, നമ്മൾ പണം മേടിച്ചാൽ, അത് നമ്മുടെ നേഴ്സുമാരെ പിള്ളേർ എന്തോരം കഷ്ടപ്പെടുന്നതെന്നറിയാമോ? അത് ജീവനോടുള്ള കളിയാണ് അവരുടെ. ഒരു ഗുളിക മാറിപ്പോയാൽ മതി, ഒരു ഇഞ്ചക്ഷൻ മാറിപ്പോയാൽ മതി, ഇല്ലാത്ത പ്രയാസം ഉണ്ടാകും. അത്രയും ശ്രദ്ധ അവർ ചെയ്യണം. സ്തോത്രം, അത്രയും കാര്യങ്ങൾ ചെയ്യണം. സ്തോത്രം. അപ്പോൾ ഇത് ദൈവത്തിനെന്ന പോലെ, കർത്താവിനെന്ന പോലെ നാം ചെയ്യണം. സ്തോത്രം. അടുത്തതോടെ വായിച്ച് അവസാനിപ്പിച്ചേ. ദാസൻ സ്വതന്ത്രനോ ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക്. സ്തോത്രം. അത് സുവിശേഷത്തെക്കുറിച്ചല്ല പറയുന്നത്. ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവ് എന്ത് ചെയ്യും? പ്രതിഫലം തരും. പ്രതിഫലം തരും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ജോലി എടുപ്പിക്കുന്നവരോടും പറയുന്നുണ്ട്, അവരോട് അടുത്ത താഴോട്ട് വായിക്കുമ്പോൾ അവരോട് കഠിനമായി ഇടപെടരുത്. സ്തോത്രം. യജമാനന്മാരോട് പറയുക, അവരോട് കഠിനമായി ഇടപെടരുത്. നമുക്ക് സ്വർഗത്തിലൊരു യജമാനനുണ്ട്. പ്രിയമുള്ളവരെ, സ്തോത്രം, ഈ വചനം വായിക്കുക, വചനം അനുസരിച്ച് മുമ്പോട്ട് പോകുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക്